വളരെ നല്ലൊരു ചോദ്യമാണ് താങ്കൾ എന്നോട് ചോദിച്ചത്. കാര്യം കേരളത്തില് 1300 പരം കാൽനടക്കാരാണ് റോഡിൽ എല്ലാ കൊല്ലവും മരിച്ചു വീഴുന്നത്. അതിന് ഒരു ശമനമില്ല. നമ്മൾ എത്രത്തോളം അവരെ ബോധവൽക്കരിച്ചാൽ തന്നെയും റോഡിലെ ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് ബോർഡർ ലൈൻസ്, പിന്നെ വാക്ക് വേസ്, പെഡസ്ട്രിയൻ ക്രോസിംഗിന്റെ സ്റ്റോപ്പ് ലൈൻസ്, ഇതെല്ലാം മാർക്ക് ചെയ്താലും കാൽനടക്കാരുടെ അപകടങ്ങളാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. കാര്യം മോർണിംഗ് വാക്കിന് നടക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, നിരന്ന് നടക്കരുത്. റോഡിലൂടെ നിരന്ന് നടക്കുമ്പോൾ പിന്നിന്ന് വരുന്ന വാഹനം, പ്രത്യേകിച്ചും ഈ ഏർലി മോർണിംഗ് വാക്ക് ചെയ്യുന്ന ആൾക്കാര് കറുത്ത അല്ലെങ്കിൽ ഡാർക്ക് ഡ്രസ് ഇട്ടുകൊണ്ടായിരിക്കും നടന്നു പോകുന്നത്. അപ്പൊ കാരേജ് വേയിലേക്ക് കടക്കരുത്. കാര്യം നമ്മുടെ റോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാരേജ് വേ. കാരേജ് എന്ന് പറഞ്ഞാൽ 3.5 മീറ്റർ വീതിയുള്ള ഒരു ലൈൻ, മറ്റൊരു 3.5 മീറ്ററുള്ള ലൈൻ, അങ്ങനെ 2 ലൈൻ ചേർന്ന് 7 മീറ്റർ കാരേജിലേക്ക് ഒരു കാരണവശാലും കടക്കരുത്. കാര്യം അതിന്റെ റോഡിന്റെ കാരേജിയുടെ സൈഡിലെല്ലാം തന്നെ ബോർഡർ ലൈൻ ഉണ്ട്. തിക്കായിട്ട് വെള്ള പെയിന്റ് വെച്ച് വരച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഒരു കാരണവശാലും കാൽനടക്കാർ കടക്കരുത്. നിങ്ങൾക്ക് നടക്കാനുള്ളതല്ല അത് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. പിന്നെ കാൽനടക്കാർ എതിലെയാ നടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പല റോഡിലും അത് കഴിഞ്ഞിട്ട് 1 മീറ്റർ മാർജിൻ ബോത്ത് സൈഡ്സ് ഉണ്ട്. 1. 2, ഈ അതേ ടാർ ചെയ്യാത്തതാണെങ്കിൽ, ചിലതൊക്കെ ടാർ ചെയ്ത ബോർഡർ സൈഡിൽ വാക്കിംഗ് ലൈൻ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഷോൾഡർ, അതായത് ഹാർഡ് ഷോൾഡർ എന്ന് പറയും, നല്ല മിനുസമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർ ചെയ്യാത്ത മിനുസമായ വാക്ക് വേസും സൈഡിൽ ഉണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. കറുത്ത ഡാർക്ക് ഡ്രസ് ഇട്ടിട്ട് ഒരു കാരണവശാലും റോഡിലൂടെ നടക്കരുത്. 2, വർത്തമാനം പറഞ്ഞു നടക്കരുത്. ചിലപ്പോൾ 2-3 പേരുണ്ടെങ്കിൽ നിരന്നു പോകും. മുഖത്തോട് മുഖം നോക്കി വർത്തമാനം പറഞ്ഞു പോകുമ്പോൾ ഉറക്കച്ചടവോടുകൂടി പിന്നിന്ന് വരുന്ന വാഹനം ഇടിക്കാനും തെറിപ്പിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു വിഷയം എന്ന് വെച്ചാൽ, റോഡിൽ നടക്കുമ്പോൾ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം. കീപ് റൈറ്റ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന വാഹനം നിങ്ങളെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഏർലി മോർണിംഗ് വരുന്ന വാഹനങ്ങളെ കാണാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഇൻ കേസ് ഇപ്പൊ ഒരു ഡ്രൈവർ ഉറങ്ങിക്കൊണ്ടാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ അയാള് ഉറക്കച്ചടവോടെ വണ്ടി ഓടിക്കുമ്പോൾ കാൽനടക്കാരെ കണ്ടില്ലെന്ന് വരും. ഒരുപാട് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ 5-നും 6:30-ക്കും ഇടയ്ക്കാണ്. അപ്പൊ അത് കാൽനടക്കാര് ഏറ്റവും കൂടുതൽ ഉള്ളതും ആ സമയത്ത് തന്നെയാണ്. അപ്പൊ ദയവ് ചെയ്ത് കാൽനടക്കാര് കീപ് റൈറ്റ്, വലതുവശം ചേർന്ന് നടക്കുക. ഒരാളിന് പിന്നിൽ മറ്റൊരാൾ എന്ന ക്രമത്തിൽ നടക്കുക. ഒരിക്കലും നിരന്നു പോരുത്. നിരന്നു പോയാൽ അപകട സാധ്യത വളരെ വളരെ കൂടുതലാണ്. ബേസിക് പെഡസ്ട്രിയൻ ഡിസിപ്ലിനിൽ പെട്ട 2-3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കഴിവതും നിങ്ങൾ റോഡിൽ നടക്കുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സിനോട് ഒരു റിഫ്ലക്റ്റീവ് സ്ട്രിപ്പ്, അതായത് ദൂരക്കൂട്ടി വാഹനങ്ങൾക്ക് കാണാൻ പറ്റുന്ന റിഫ്ലക്റ്റീവ് സ്ട്രിപ്പ് ഉള്ള ടീഷർട്ടൊക്കെ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ക്യാപ്പ് ധരിക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ഈ വാഹനങ്ങളുടെ പിന്നിൽ ചുവപ്പും സൈഡിൽ മഞ്ഞയും ഫ്രണ്ടിൽ വൈറ്റും ഒക്കെ വരുന്ന റിട്രോ റിഫ്ലക്റ്റീവ് സ്ട്രിപ്സ്, ചെറിയ 1.5 ഇഞ്ച് 2 ഇഞ്ച് വീതിയിലുള്ള സ്ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ അതിന്റെ ഒരു കഷ്ണം നമ്മുടെ ഈ പറഞ്ഞ ക്യാപ്പിലോ ശരീരത്തിന്റെ ഭാഗത്തോ പാൻസിലോ പിന്നിലെ പോക്കറ്റിലോ എവിടെങ്കിലും നമ്മൾ അത് സ്ട്രാപ്പർ ചെയ്ത് വെക്കാം. അപ്പൊ രാത്രി വാഹനങ്ങൾ വരുമ്പോൾ വാഹനങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധ്യതയുള്ളത്, ഒന്നുകിൽ നിങ്ങൾ 150 രൂപയുള്ളൂ ഒരു റിഫ്ലക്റ്റീവ് ജാക്കറ്റ് കിട്ടും. ആ ജാക്കറ്റ് ഓറഞ്ച് കളറിലെയുണ്ട്, പച്ച കളറിലെയുണ്ട്. അത് ധരിച്ചുകൊണ്ട് നടക്കുക. ഒട്ടും തന്നെ നാണം വിചാരിക്കരുത്. പലരും മോർണിംഗ് വാക്കിന് പോകുന്നത് സാധാരണ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഡ്രസ് ഇട്ടുകൊണ്ട്, കൂടുതലും ഫുൾ കൈയുള്ള ജാക്കറ്റുകൾ അങ്ങനെയൊക്കെ കറുത്ത ഡാർക്ക് ഡ്രസ് ഇട്ടുകൊണ്ട് പോകുന്ന ആൾക്കാരെയാണ് വാഹനങ്ങൾ ഇടിക്കാറുള്ളത്. പിന്നെ ഇടിക്കാറുള്ളത് തെക്കും വടക്കും നോക്കാതെ റോഡിന് കുറുകെ ചാടും. ഒരിക്കലും ചെയ്യരുത്. പലപ്പോഴും ഈ മാതിരി രാവിലെ വരുന്ന വാഹനങ്ങള്, പാൽ വണ്ടികള്, പിക്കപ്പുകളൊക്കെ തന്നെ നല്ല സ്പീഡിലാണ് വരുന്നത്. കാര്യം റോഡിലെ ട്രാഫിക് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ആരും തന്നെ ഈ വെളുപ്പാങ്കാലത്തൊന്നും റോഡിൽ കാണില്ല. കാര്യം 8 മണിയാകാതെ ഒന്നും പോലീസ് സജീവമാവില്ല. അപ്പൊ ആ സമയത്ത് റോഡ് കുറുകെ പോകണമെങ്കിൽ നിങ്ങൾ നിൽക്കണം. നിന്നിട്ട് ബോത്ത് സൈഡ്സ് നോക്കി
വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം റോഡ് ക്രോസ് ചെയ്യാൻ. ഒരിക്കലും കൊടും വളവുകളിൽ റോഡ് ക്രോസ് ചെയ്യരുത്. കാര്യം അതൊക്കെ ഹിഡൻ ആണ്, ഡ്രൈവർക്ക് ഒരു ബ്ലൈൻഡ് സോൺ ആണ്. അപ്പോ ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യരുത്, സംസാരിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കരുത്. നാം സ്വയം സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു വിഭാഗമാണ് കാൽനടക്കാർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.